അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഫിലിപ്പുകുട്ടി അവറുകളാണ്. കാസർഗോഡ് പാർത്തുകൊണ്ട് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസനെയും കുടുംബത്തെയും വളരെ ഏറെ വർഷങ്ങളായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ്, മലബാറിലെ വിവിധ മേഖലകളിൽ, വടക്കേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒക്കെ വിവിധ നിലകളിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ദൈവദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പ്രാർത്ഥനയോടെ കേൾക്കാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഫിലിപ്പുകുട്ടി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടിവിയിലൂടെ ഇങ്ങനെ ഒരു സാക്ഷി പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ ഫിലിപ്പുകുട്ടി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. കാസർഗോഡ് ആസ്ഥാനമായ പയനിയർ മിഷണറി ചർച്ചിന്റെ ഒരു സീനിയർ പാസ്റ്ററായി പ്രവർത്തിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഭാര്യ റോസമ്മ, പത്തനംതിട്ട കുടുംബൾ സ്വദേശി, മകൻ ഫിന്നി ഫിലിപ്പ് ക്രൈസ്തവ എഴുത്തുപുര എന്ന സംഘടനയിൽ എഴുത്തു മേഖലയിൽ പ്രവർത്തിക്കുന്നു. അവൻ്റെ ഭാര്യ ലിറ്റി ഫിന്നി തിരുവല്ല സ്വദേശിയാണ്. ബഹ്റിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു. 2 കുട്ടികളാണ് അവനുള്ളത്. യോഹാൻ ഫിന്നി ഫിലിപ്പ് 6th സ്റ്റാൻഡേർഡ്, ഷെയിൻസ് ഫിന്നി ഫിലിപ്പ് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ ഫേബ ഫിലിപ്പ് ബഹ്റിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു. മരുമകൻ സാമുവൽ ജോർജ് ബോംബെ കുർളയിൽ അവൻ്റെ മാതാപിതാക്കളായിരിക്കുന്നു. ബഹ്റിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 3 മക്കൾ അവർക്കുണ്ട്. ജോവാൻ സാമുവൽ +2 വിദ്യാർത്ഥിയാണ്. ജുവേൽ സാമുവൽ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ജമീമ സാമുവൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അരോമ ടിവിയെ കുറിച്ച് പറയുമ്പോൾ, അരോമ എന്ന വാക്കിന്റെ അർത്ഥം സൗരഭ്യ വാസന എന്നാണല്ലോ. കർത്താവദാസൻ സ്തോത്രം ദാനിയൽ ജോൺ പാസ്റ്റർ ഗുജറാത്തിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അനേകർക്ക് ഈ സാക്ഷ്യ പ്രോഗ്രാം ഈ ടിവിയിലൂടെ യേശു കർത്താവിൻ്റെ സ്നേഹം അറിയുവാനായിട്ട് ഉള്ള മുഖാന്തരങ്ങൾ ഒരുക്കുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും എനിക്കും അതിൽ പങ്കെടുക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കരിക്കം എന്ന സ്ഥലത്ത് ആണ്. എൻ്റെ പിതാവ് കുഞ്ചാണ്ടി ഉമ്മൻ ഒരു കാഷ്യൂ ഫാക്ടറിയിൽ ജോലിയായിരുന്നു. മാതാവ് തങ്കമ്മ ഉമ്മൻ വീട്ടമ്മയാണ്. 2 പേരൊന്നും ജീവിച്ചിരിപ്പില്ല. ഞങ്ങൾ 8 മക്കളുള്ള ഒരു വലിയൊരു കുടുംബമാണ്. മൂത്ത സഹോദരി അന്നമ്മ ജേക്കബ് ടീച്ചറായിരുന്നു. അളിയൻ ജേക്കബ് കുട്ടി സെയിൽ ടാക്സ് ഇൻസ്പെക്ടർ ആയിരുന്നു. 2 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവർക്ക് 2 മക്കൾ. മൂത്ത മകൾ ആൻസി, ഭർത്താവ്, 2 പെൺമക്കൾ, അവർ UK-യിലാണ്. രണ്ടാമത്തെ മകൻ അവനും കുടുംബവും US-ലാണ്. രണ്ടാമത്തെ സഹോദരി സാറാമ്മ കുഞ്ഞുമോൻ വീട്ടമ്മയാണ്. ഭർത്താവ് കുഞ്ഞുമോന് ജീവിച്ചിരിപ്പില്ല. അവർക്ക് 3 മക്കളാണ് ഉള്ളത്. മൂന്നാമത്തെ സഹോദരി ഏലിയമ്മ രാജു, ഭർത്താവ് രാജു നിത്യതയിൽ വിശ്രമിക്കുന്നു. 2 മക്കൾ. മൂത്ത മകൾ ബ്ലസ്സി ബിജു, ഭർത്താവ് ബിജു ജോസഫ്. അവര് ഷാരോൺ ചർച്ചിലെ പാസ്റ്ററായി തൃശ്ശൂർ ടൗണിൽ പ്രവർത്തിക്കുന്നു.
ഇളയ മകൻ 12ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 5ാമത്തെ സഹോദരി മറിയാമ്മ ഉമ്മൻ, ഭർത്താവ് തമ്പി ഇന്നില്ല, മരിച്ചുപോയി. അവർക്ക് 2 മക്കളാണുള്ളത്. 6ാമത്തെ അനുജൻ ജോൺ കുട്ടി മിലിറ്ററി സേവനമായിരുന്നു, റിട്ടയർഡായി. ഭാര്യ റോസമ്മ ഗവൺമെന്റ് എംപ്ലോയി നേഴ്സായിരുന്നു, റിട്ടയർഡാണ്. അവർക്കും 3 മക്കളെ ദൈവം ദാനമായി നൽകി. 7ാമത്തെ ബ്രദറ് ബാബുക്കുട്ടി ജബൽപൂരിൽ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ഭാര്യ സാലി, 2 മക്കൾ, അവരും ജബൽപൂരിലായിരിക്കുന്നു. 8ാമത്തെ ഏറ്റവും ഇളയ ബ്രദറാണ് KO രാജുക്കുട്ടി, റിട്ടയർഡ് HM ആണ്. അവൻ്റെ ഭാര്യ ഗവൺമെന്റ് സർവീസ് ടീച്ചറായി വർക്ക് ചെയ്യുന്നു. 3 കുട്ടികൾ അവർക്കുമുണ്ട്. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിലായിരുന്നു ഞങ്ങളുടെ മെമ്പർഷിപ്പ്. ഞാൻ ജനിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ പ്രാർത്ഥന, ബൈബിൾ വായന ഒക്കെ ഭവനത്തിൽ നിർബന്ധമായിരുന്നു. സൺഡേ സ്കൂൾ പഠനം, തുടർന്ന് സൺഡേ സ്കൂൾ പഠിപ്പിക്കാനും യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിപ്പാനും പള്ളിയിലെ പാഠം വായന ഒക്കെ ഞാൻ വളരെ സജീവമായിട്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ അവസരങ്ങൾ ദൈവം നൽകി. 4ാം ക്ലാസ് വരെ അടുത്തുള്ളൊരു സ്കൂളിൽ ഞാൻ ആയിരുന്നു. അതിനുശേഷം 5 മുതൽ 10 വരെ 2.5 കിലോമീറ്റർ നടന്ന് കുന്നും മലയും താഴ്വരയും ഒക്കെ താണ്ടിയുള്ള എൻ്റെ ചെറിയ പ്രായത്തിലുള്ള ആ കാര്യങ്ങൾ ഓർക്കുന്നു. ഞാനൊരു RC സ്കൂളിലാണ് അന്ന് പഠിച്ചത്. കൊച്ചു കുസൃതികളൊക്കെ കുട്ടികളുമായി കൂടുമ്പോൾ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഓർക്കുന്ന ഒരു ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് ഒരു ഉണങ്ങിയ പുളിമരത്തിൽ കല്ലെറിഞ്ഞ് അങ്ങനെ ആ പുളി താഴെ വീണപ്പോൾ പറക്കിയെടുക്കാനായിട്ട് ഞാൻ ആ കയ്യാലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടി. എൻ്റെ മുഖത്ത് ഒരു ആഴത്തിലൊരു മുറിവുണ്ടായി, പല്ലിന് ചെറിയൊരു ക്രാക്കുണ്ടായി, 7 സ്റ്റിച്ചൊക്കെ ഇടേണ്ട ഒരു സാഹചര്യങ്ങൾ ചെറിയ പ്രായത്തിൽ അന്ന് ഉണ്ടായി. എന്നാൽ ദൈവം അവയിൽ നിന്നെല്ലാം വിടുവിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. വിദ്യാഭ്യാസവും ഓർക്കുമ്പോൾ ഞാൻ SLC വരെ പഠിച്ചു. ITA സാങ്കേതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി. ജോലിക്ക് പോകാനായിട്ട് എനിക്ക് ഒമാനിലേക്ക് എൻ്റെ ഒരു അകന്ന ബന്ധു വിസായും കൊണ്ട് വന്നിരുന്നു. എന്നാൽ ദൈവവിളി ലഭിച്ചപ്പോൾ, കർത്താവിൻ്റെ വേലയ്ക്കുള്ള വിളി ലഭിച്ചപ്പോൾ ഞാനത് ഉപേക്ഷിപ്പിടയായി തീർന്നു. ദൈവവിളി എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ 8 മക്കളുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഒരു 4 ആൺമക്കൾ അതിനിടയ്ക്ക് മരിച്ചുപോയിരുന്നു. എൻ്റെ മൂത്ത ചേച്ചിയുടെ 2 ബ്രദേഴ്സും മൂത്തതും, എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ ഇടയ്ക്കും എൻ്റെ ഇടയ്ക്കായിട്ട് 2 ട്വിൻസും ഉണ്ടായിരുന്നു. 4 ആൺമക്കളായിരുന്നു. 4 ആൺമക്കൾ മരിച്ച ശേഷം എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ വല്യമ്മച്ചി ആ കാലഘട്ടത്തിൽ പ്രസവമൊക്കെ കൈകാര്യം ചെയ്യാൻ പിടിക്കുകയായിരുന്നു. വല്യമ്മച്ചി വളരെ ട്രൈ ചെയ്തിട്ടും ഒരു നിലയിലും ഡെലിവറി നടക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട് കൊട്ടാരക്കരയ്ക്ക്. ഒരു സൈക്കിളുകാരനെ പറഞ്ഞു വിട്ട് കാറ് വിളിക്കാൻ പോകുമ്പോൾ അമ്മ അന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ മകളായിരുന്നതുകൊണ്ട് വയറ്റിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്ക് തരുന്നത് ഒരു ആൺപൈതലാണെങ്കിൽ ഞാൻ അവനെ നിന്റെ വേലയ്ക്കൂടെ, അവനെ എന്താ നീ ഉദ്ദേശിക്കുക എനിക്ക് അറിയത്തില്ല, എനിവേ ഞാൻ അവനെ നിന്റെ വേലയ്ക്കൂടെ സമർപ്പിക്കുന്നു എന്നൊരു സമർപ്പണം അമ്മ അന്ന് ചെയ്തിരുന്നുവെന്ന് പറയുവാനിടയായി തീർന്നു. അമ്മയുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കാറ് റോഡിൽ വന്നു. റോഡിലും ഞങ്ങളുടെ വീടുമായിട്ടൊരു കണ്ടത്തിന്റെ വയലിന്റെ വ്യത്യാസം ഉണ്ടായി. കാർ റോഡിൽ വരിക, അമ്മ വീട്ടിൽ തന്നെ പ്രസവിപ്പാനിടയായി തീർന്നു. രണ്ടാമത് എൻ്റെ പിതാവിന്റെ അമ്മ TPM പണ്ടത്തെ കാലത്ത് സിലോബന്ധക്കോസ്റ്റിലെ ഒരു ശക്തമായ ഒരു ബിലീവർ ആയിരുന്നു. അമ്മച്ചി മക്കളെ എല്ലാം വിളിച്ചു കൂട്ടി ഞാൻ ഇന്ന ദിവസം മരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വലിയൊരു പ്രത്യാശയോടെ മരിച്ച ഒരു മാതാവായിരുന്നു. ഞാൻ വിചാരിക്കുന്ന പക്ഷേങ്കിൽ ആ അമ്മച്ചിയും കൂടെ
എനിക്ക് വേണ്ടി ഇങ്ങനെ എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾക്കൊക്കെ ലഭിക്കുന്ന തലമുറകളൊക്കെ കർത്താവിനെ സേവിക്കുന്നവരാകണമേ എന്ന് പ്രാർത്ഥിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മയിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണേന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് നിലയിലുള്ള സാഹചര്യങ്ങൾ എൻ്റെ പുറകിലുണ്ട്. ഞാൻ വിവാഹ ജീവിതം പറയുമ്പോൾ 1981 കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്തേക്ക് കർത്താവ് തന്ന നിയോഗം അനുസരിച്ച് കടന്നവരുടെ തീർന്നു. 82 നവംബർ 24 ഞങ്ങളുടെ വിവാഹം നടന്നു. മൂത്ത മകനെ വൈഫ് ഗർഭിണിയായിരിക്കുമ്പോൾ പനി കൂടി ന്യൂമോണിയ ആയി. അത് അടൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റലില് അവര് വിധി എഴുതി ബ്ലഡ് നോക്കിയിട്ട് ലുക്യൂമിയാണെന്ന് പറയുവാനായിട്ട് ബോധം ഇല്ലാത്ത അവസ്ഥയിൽ താങ്ങിയെടുത്ത് കാറിൽ കിടത്തിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള കൊട്ടാരക്കര ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് 3 ദിവസം അവിടെയും കിടന്നു. പക്ഷെ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്കും സംശയമുണ്ട് ലുക്യൂമിയാണോ. ചുരുക്കി പറയട്ടെ, ഒടുവിൽ തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ബ്ലഡ് പരിശോധനയിൽ ഇത് ലുക്യൂമിയൊന്നും അല്ല, ബ്ലഡിന്റെ കൗണ്ടിങ് കുറഞ്ഞതിന്റെ പേരിൽ അവർക്കുണ്ടായ സംശയമാണെന്ന് പറയണേത്തോ. ചുരുക്കി പറയട്ടെ, 1 മാസം ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടേണ്ടതായ സാഹചര്യം കിടന്നു. 2 കുപ്പി ബ്ലഡെല്ലാം കയറ്റി, പനിയെല്ലാം മാറി. അങ്ങനെ ഒരു 11-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. അടുത്ത 11-ാം തീയതി സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. ആ നാളുകള് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദൈവമായിട്ട് യാക്കോബ് മല്ല് പിടിച്ചതുപോലെയുള്ള സാഹചര്യങ്ങളായിരുന്നു. വീട്ടിലെ ആരും വിശ്വാസത്തിലല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല. എൻ്റെ മദറിലോ വൈഫും ഹോസ്പിറ്റലിനകത്ത്, ഞാൻ പുറത്ത്. ധാരാളം പേരവിടെ വേദനയോടെ ഇന്നാരുടെ ആളുണ്ടോയെന്ന് നഴ്സുമാർ വിളിക്കുമ്പോൾ അവരിങ്ങനെ ഉത്കണ്ഠയോടെ വന്ന് നിൽക്കുന്ന രംഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ എനിക്ക് അവരെ സുവിശേഷം പറയാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനും, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ ഭാര്യയ്ക്ക് ദൈവം വിടൽ കൊടുക്കും എന്ന് പറഞ്ഞ് അവരെ ധാരാളം പേര് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഉറക്കമില്ലാതെ വെയിറ്റ് ചെയ്യുകയാണ്. മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആശ്രയം ആ കാലത്ത് മാനുഷികമായി ഇല്ലല്ലോ. ചുരുക്കി പറയട്ടെ, അങ്ങനെ രാത്രി എന്നോട് നേഴ്സ് പറഞ്ഞു ഇത് സൈൻ ചെയ്യാൻ പറഞ്ഞു. സൈൻ ചെയ്തു. ചിലപ്പോൾ ബ്ലഡ് വേണ്ടി വന്നേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് 12 കിലോമീറ്റർ, കാരണം എൻ്റെ ബ്ലഡ് കൊടുത്തതാണ്, 12 കിലോമീറ്റർ ദൂരെ തമ്പാനൂർ പോയെങ്കിൽ പിന്നെ ബ്ലഡ് കിട്ടുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഇവിടെ നടക്കണമേ. കർത്താവെ, നീ തരുന്ന മകനെ, കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും. അങ്ങനെ ഞാനും ദൈവവുമായിട്ട് മുഴങ്കാൽ മടക്കി ഒരു കാർ ഷെഡില്, ഡോക്ടേഴ്സിന്റെ കാർ ഷെഡില് മല്ല് പിടിച്ച ഒരു രംഗം ഇന്ന് ഞാൻ ഓർക്കും. 2:30 മണിയായപ്പോൾ നേഴ്സ് വന്നു പറഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, സിസേറിയൻ ആയിരുന്നു, കുഞ്ഞാണാണ് പറയാനിടയിൽ തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം അനുഭവങ്ങളിൽ കൂടെ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ കടത്തിവിട്ടു. എന്നാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണാനിടയായി തീർന്നു. 2ാമത്തെ മകള് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിലായിരുന്നു അവളെ പ്രസവിച്ചത്. 3ാമത് വൈഫിന് യൂട്രസ് റിമൂവ് ചെയ്തത് മാംഗ്ലൂരിലുള്ള ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിലാണ്. 3 ഓപ്പറേഷൻ ഒരേ സമയത്ത് ഏൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വൈഫിന് കടന്നു. ഇനി കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. ചെറിയ പ്രായത്തിലെ സൺഡേ സ്കൂള്, VBS, യുവജന പ്രോഗ്രാമുകള്, ബൈബിൾ വായന, പ്രാർത്ഥന, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിരുന്നു. ബൈബിൾ വായിക്കാതെ നമുക്കറിയാമല്ലോ, പിതാക്കന്മാരൊന്നും രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിലും നമ്മുടെ ഒരു ട്രഡീഷണലായിട്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ ഭവനങ്ങളിലൊക്കെയും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന, ബൈബിൾ വായിക്കാതെ പ്രാർത്ഥിക്കാതെ ഫുഡ് നൽകുമായിരുന്നില്ല. അപ്പം അങ്ങനെ നിർബന്ധമായിട്ട് പള്ളിയിൽ പോകണം. ഈ കാര്യങ്ങളിലൊക്കെ വളരെ ബദ്ധശ്രദ്ധരായിരുന്നു നമ്മുടെ മാതാപിതാക്കന്മാർ. അതിരാവിലെ സമയത്തൊക്കെ ഒരു എഴുന്നേറ്റ് അതിരാവിലെ തിരുസന്നിധി മനമേ പക്ഷി ഗണങ്ങൾ എന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ അതൊക്കെ കേട്ടാണ് ഞങ്ങൾക്ക് ഉണരുന്നത്.
അപ്പം അങ്ങനെയൊക്കെ പാട്ടുകളൊക്കെ പഠിക്കുവാനായിട്ടൊക്കെ ദൈവം കൃപ ചെയ്യും. SLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യൂത്ത് ക്യാമ്പില് ഞങ്ങളൊരു 6-7 പള്ളിയിലെ സ്റ്റുഡൻസിന്റെ ഒരു ക്യാമ്പായിരുന്നു. ക്യാമ്പ് 3 ദിവസം ഉണ്ടായിരുന്നു. 3-ാം ദിവസം ക്യാമ്പ് കഴിയുമ്പോൾ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഒരു പ്രഭാഷണം നടത്തി. അത് യേശുവിന്റെ ക്രൂശ് മരണം എന്നുള്ള വിഷയമായിരുന്നു. യേശു ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഒരു വലിയ ബോധ്യമാണെന്ന് എനിക്ക് ദൈവം തന്നു. എന്റെ കൈകൾ കൊണ്ട് ചെയ്ത പാപത്തിന് പകരം യേശുവിന്റെ കൈകളിൽ ആണികൾ അടിക്കും. എന്റെ തല കൊണ്ട് ചിന്തിച്ച പാപങ്ങൾക്ക് പകരം എൻ്റെ യേശുവിന്റെ തലയിൽ മുൾക്കിരീടം അടിക്കും. ഞാൻ നടന്നുപോയി ചെയ്ത പാപത്തിന് പകരമാണ് സഹോദരങ്ങളെ യേശുവിന്റെ കാലുകളിൽ ആണികൾ അടിക്കപ്പെട്ടു. നല്ല ഒരു ഒരു മെസ്സേജ് ആ ദേവദാസിൽ കൂടെ കേട്ടത് ഇന്നുന്ന പോലെ ഞാൻ ഓർക്കുന്നു. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ട് വരുന്നത്, ഞാൻ കള്ളുകുടിക്കാൻ പോയിട്ടില്ല, പുകവലിച്ചിട്ടില്ല, സിനിമയ്ക്ക് വിടത്തില്ല, നാടകം കാണാൻ പോലും വിടത്തില്ല. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഭക്തിയോടെ വളർത്തുന്ന ഞാൻ എങ്ങനെ പാപിയാവുന്നെന്ന എൻ്റെ ചിന്ത മുഴുവൻ. നമ്മൾ ഈ ബൈബിള് അന്ന് ധ്യാനിക്കുമല്ലോ, ഞാൻ വായിച്ചു വിടുകയല്ലേ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വലിയ പാപബോധം ഉണ്ടായി. ഞാൻ കണ്ണുനീരോടെ എഴുന്നേറ്റ് പറഞ്ഞു, ആ പാസ്റ്റർ അല്ല, അദ്ദേഹം ഒരു സുവിശേഷകനാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കർത്താവിനെ നിങ്ങളുടെ വ്യക്തിപരമായി രക്ഷകനായ കർത്താവായി സ്വീകരിപ്പാൻ ആഗ്രഹം? നിങ്ങൾ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായിരിക്കാം, എന്നാൽ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾക്കും യേശുവുമായിട്ട് എന്താ ബന്ധം? എങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാലേ നമുക്ക് സ്വർഗത്തിൽ ദൈവത്തിന്റെ വീട്ടിൽ പോകാൻ കഴിയുള്ളൂ എന്ന് കേട്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ കണ്ണുനീരോടെ ഇന്ന് ഓർക്കുന്നുണ്ട് യേശുവിനെ കർത്താവായി രക്ഷകനായി സ്വീകരിച്ച ആ ദിനം. 1974 മെയ് 14-ാം തീയതിയാണ് ഞാനൊരു പുതിയ സൃഷ്ടിയായി ദൈവത്തിന്റെ മകനാകുവാൻ ദൈവം എനിക്കിടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അകത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നത് ഞാൻ ഇങ്ങനെ സ്പ്രിങ്ങിൽ നിൽക്കുന്നത് പോലെ ഒരു അനുഭവത്തിലായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് ബാഗെല്ലാം അവിടെ വെച്ചിട്ട് അമ്മയോടും പെങ്ങന്മാരോടും ഒക്കെ ഓടിച്ചെന്ന് പറഞ്ഞു, അമ്മേ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷം അകത്ത് വന്നു. ഞാൻ അടുത്ത വീടുകളിൽ ഒരു പേപ്പട്ടി ഓടി നടക്കുന്നത് പോലെ ഞാൻ അടുത്തടുത്ത വീടുകളിലേക്ക് ഓടിച്ചെന്നു. അവരെല്ലാം ഓർത്തഡോക്സുകാരൊക്കെയാണ്, അങ്ങനെ സുവിശേഷം വിളിച്ചു എന്ന് ഞങ്ങളുടെ നാട്ടിൽ അധികം വന്നിട്ടില്ല. അപ്പോൾ അവരോടെല്ലാം ഞാൻ ഇങ്ങനെ ഓടി കിടന്ന് പറയും തോറും ഈ ഉറവയിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ഒരു പ്രത്യേക അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എനിക്ക് മറ്റുള്ളവരോട് ഇത് പങ്കിടണം, മറ്റുള്ളവരോട് ഇത് പറയണം. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ആവേശം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തരാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യ യൂരോ ക്രൂസൈഡ് ആ സംഘടനയുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ ഒരു അവസരം ലഭിച്ചു. കൊല്ലം സിറ്റി സാച്ചുറേഷൻ എന്ന് പറയുന്ന 76-ൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 1 മാസം കൊല്ലത്തുള്ള എവരിഹോ എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങി. അത് ലഘുലകൾ നമ്മൾ കൊടുത്താൽ മതി. നിങ്ങൾ സാക്ഷാ സ്വതന്ത്രം. ഒരു പക്ഷിയുടെ പടം, പക്ഷി ആ കൂട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്ന ഒരു രംഗം. ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, ഇങ്ങനെ മടക്കി വെച്ചിരിക്കുക. ഇത് കൂടാതെ അതിനകത്ത് നിങ്ങൾക്കൊരു രഹസ്യം എന്ന് പറയുന്ന ഒരു ബോട്ടിന്റെ ഇരിക്കുന്ന ഒരു മോന്റെ പടവും. ഈ 2 ലഘുലേഖകള് ഒരു വ്യക്തി വായിച്ചാൽ അവൻ 100% രക്ഷിക്കപ്പെട്ടിരിക്കും. കാരണം അത്ര പവർഫുൾ ആയിരിക്കുന്ന മെസ്സേജാണ് ഈ 2 ലഘുലേഖയിലുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കൊല്ലം ജില്ലയിൽ ചെന്ന് വീടുകളിലൊക്കെ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോഴും അയ്യോ, കർത്താവിനെ അറിയാത്ത എത്രയോ പേര് ഇവിടെ ഉണ്ട്, നോർത്ത് ഇന്ത്യയിലല്ല ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഭാരം എൻ്റെ അകത്ത് ദൈവം തന്നോട്ട്. 1 മാസത്തെ പ്രവർത്തനമായിരുന്നത്. അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങി വരും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബൈബിൾ സൊസൈറ്റി കോട്ടയം അവരുടെ ഒരു ഓണവാര ഒരു ആഴ്ചത്തെ ഒരു പ്രവർത്തനം തിരുവനന്തപുരം ആറ്റിങ്ങൽ CSA സ്കൂളിൽ വെച്ച് അറേഞ്ച് ചെയ്തു. ഏതാണ്ടൊരു 10-40 പേരോളം യുവാക്കന്മാര് CSI, മാർത്തോമ, ഇവാഞ്ചലിക്കൽ, പെന്റക്കോസ്റ്റൽ പല ബാക്ക്ഗ്രൗണ്ടുള്ളവർ അവിടെ കൂടി ദൈവവചന വിതരണം, ഗോസ്പൽസ്, പാക്കറ്റ്സ് ഇതൊക്കെ വിതരണം ചെയ്ത പരിപാടി.
അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ഒരു ദിവസം ഈ വീടൊക്കെ വിട്ട് ഈ ബെഞ്ചൊക്കെ സ്കൂളിലെ ബെഞ്ചിലൊക്കെ ചേർത്തിട്ട് അവിടെ കിടക്കുന്നു, ഷീറ്റും വിരിച്ചാ കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. ഞാനിങ്ങനെ നോക്കുമ്പം ഒരു കോണിൽ ഒരു മെഴുകുതിരി കത്തുന്നു. ഇതാരാ? ഈ എല്ലാരും ഉറങ്ങുമ്പോ ഈ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്ന ആളാരാ? അപ്പൊ അതിനു വേണ്ടി ഞാൻ പെതുക്കെ അദ്ദേഹത്തെ നോക്കുമായിരിക്കും. എനിവേ പോട്ടെ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് അല്ല. എനിക്ക് അദ്ദേഹത്തിന് അടുത്തോട് ചെല്ലടാൻ വേണ്ടി ഒരു ആഗ്രഹം. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? വേറെ എന്താ ചെയ്യുന്നേ? അല്ല, ഞാൻ ഈ എല്ലാരും ഇങ്ങനെ ഒന്ന് ശാന്ത കിടക്കുമല്ലേ, കുറച്ച് സമയം ബൈബിള് ധ്യാനിക്കുകയാണ്. ഇതൊരു ഒരു ഗിഡിയൻസിന്റെ ഒരു ന്യൂട്രീഷൻ. എനിക്കൊരു പുതിയ അനുഭവം. എവിടാ വീട്? പുനലൂര്. പേരെന്താ? മോഹൻബിയുടെ വീട്. ഞാൻ എൻ്റെ പേര് പരിചയപ്പെട്ടു. ചുരുക്കി പറയട്ടെ, ഞങ്ങൾ അഡ്രസ്സ് കൈമാറി. അപ്പോൾ അദ്ദേഹം പുനലൂര സ്വദേശി, ഞാൻ കൊട്ടാരക്കര സ്വദേശി. അദ്ദേഹത്തിന് അനിയന്മാരില്ല, എനിക്ക് ജ്യേഷ്ഠനും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ജ്യേഷ്ഠാനിയ ബന്ധം ഒരു ബന്ധത്തിലേക്ക്. അദ്ദേഹം പറഞ്ഞു, വിൽപ്പുട്ടി, നമുക്കൊരു കാര്യം ചെയ്യാം. അദ്ദേഹത്തെ നോർത്ത് കേരളയുടെയും ഏതാണ്ട് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ദേശങ്ങളുടെ പ്രവർത്തനത്തിന്റെ ലീഡറായിട്ട് ബൈബിൾ സൊസൈറ്റി അപ്പോയിന്റ് ചെയ്തു. സെൻട്രലില് മറ്റൊരാള്, സൗത്തിൽ വേറൊരാൾ. ഒരു ഞായറാഴ്ച ദിവസം എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ ദൈവജന വിതരണത്തിന് വേണ്ടി മലബാറിലേക്ക്, തൃശ്ശൂരേക്ക്. എൻ്റെ ഞാൻ മൂവാറ്റുപുഴയ്ക്ക് അപ്പുറത്ത് പോയിട്ടില്ല. എൻ്റെ പിതാവ് എന്തായാലും പുള്ളിയോട് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്ത് പെർമിഷൻ കിട്ടി. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം തൃശ്ശൂർ പോയി. തൃശ്ശൂർ ചെന്ന് ഞങ്ങൾ ഏതാണ്ട് ഒരു 2 മാസത്തോളം അവിടെ പ്രവർത്തിച്ചു. അവിടെ മുല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പെങ്ങളും അളിയനും ഡോക്ടേഴ്സാണ്, ഹോമിയോ ഡോക്ടേഴ്സ്. അവരുടെ വീട്ടിൽ താമസിക്കും. പകൽ അവിടെയുള്ള ചർച്ചസിലുള്ള സഹോദരന്മാരെയൊക്കെ സംഘടിപ്പിച്ച് സഞ്ചിയിൽ പുസ്തകങ്ങളൊക്കെ നിറച്ച് ഞങ്ങൾ വീടുകൾ തോറും കയറി ഇറങ്ങി. ബൈബിൾ സൊസൈറ്റി ചെറിയൊരു വിലയ്ക്കാണ് ഈ ബുക്കുകൾ ഫ്രീ കൊടുക്കത്തില്ല. അദ്ദേഹത്തിന് TAD ഒക്കെ എഴുതിയെടുക്കാം, സാലറി ഇല്ല. ഞങ്ങൾ പുസ്തകം വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ. വൈകുന്നേരം ആകുമ്പോൾ അവരെല്ലാവരും അവരുടെ വീടുകളിൽ പോകും. ഞങ്ങൾ ഈ അദ്ദേഹത്തിന്റെ അളിയന്റെ വീട്ടിൽ താമസിക്കും. അങ്ങനെ ഇരിക്കുന്ന അളവില് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ രണ്ടുകൂടി ഇങ്ങനെ ഇരിക്കുക. ഈ ബ്രദറ് OM ആണ്. OM-ൽ പുള്ളി വർക്ക് ചെയ്ത് പുള്ളിക്ക് അങ്ങനെ ഒത്തിരി ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു ബ്രദറായിരുന്നു. ഞങ്ങൾ ഈ തേക്കിൻകാട് മൈതാനത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ 100 കണക്കിന് യുവാക്കന്മാര്, ഭർത്താക്കന്മാരും ഒക്കെ ഭാര്യമാരും ഒക്കെ ഈ ചെറിയൊരു തൂക്കിപ്പിടിക്കുന്ന പാത്രത്തിനകത്ത് ഈ തേങ്ങാമുറിയും മലരും വാഴപ്പഴവും സാമ്പ്രാണിത്തിരിയും ഒക്കെ കൊണ്ട് ദൈവത്തിന് അർപ്പിപ്പാനായിട്ട് വരുന്ന കാഴ്ചകൾ സത്യത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. ദൈവമേ, ഇവരൊക്കെ എന്നാ കർത്താവിനെ അറിയുന്നു? ഇവരൊക്കെ എന്ത് യോഗ്യരാ, എന്ത് നല്ല നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. പക്ഷെ ഇവർക്ക് കർത്താവ് അറിഞ്ഞിട്ടില്ലല്ലോ. രണ്ടും കൈ കൊടുത്ത് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച കാലങ്ങളൊക്കെ ഞാൻ. അങ്ങനെ ഇരിക്കുന്ന അളവിൽ ഞങ്ങളോടൊരു ചുമട്ടുകാരൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ബുക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു. അത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ. നമുക്ക് സുശേഷത്തോട് വിരോധം എന്നുള്ള ആൾക്കാരൊന്നും അന്ന് കാര്യമായിട്ടൊന്നും ഉള്ള കാലമല്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ചെന്നു. അവിടെ 4 നടയിലും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ട് ഏകാദശി എന്ന് പറയുന്നൊരു പ്രോഗ്രാം, ഉത്സവമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ലഘുലേഖകൾ കൊടുത്തു വരിക, പുസ്തകങ്ങളെ കൊടുത്തു വരിക. ആളുകളെല്ലാം താല്പര്യത്തോടെ വായിക്കുന്നു. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു. നമ്മുടെ പ്രിയങ്കരനായ കേശവൻകുട്ടി ഇന്നലെ 4 മണിക്ക് നമ്മളെ വിട്ട് കടന്നുപോയി. അതിൻ്റെ അനുശോചനമായിട്ട് നമുക്ക് വൈകിട്ട് 4 മണിക്ക് നമുക്ക് അതിനുവേണ്ടി കൂടണം എന്ന് പറയുന്നതായ. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതോ പൂജാരി മരിച്ചതായിരിക്കും. പക്ഷെ സംഭവം 60ഓളം വർഷം ആ അമ്പലത്തെ സേവിച്ച ആനയായിരുന്നു ചരിഞ്ഞത്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ആന ചരിഞ്ഞു കിടക്കുന്ന കാഴ്ച ആദ്യമായിട്ടാണ്. ഇതിന്റെ തുമ്പിക്കൈ എടുത്ത് പാപ്പാമാരൊക്കെ തുളത്ത് വെച്ച് പൂകൊണ്ട് നിറച്ച് ഭക്തജനങ്ങളെല്ലാം തൊഴുത് പോകുന്ന രംഗം കാണാനായിട്ട്. ഇക്കാലത്ത് ആനയുടെ പേരിൽ ഗുരുവായൂർ കേശവൻ എന്ന
ഒരു സിനിമ പുറത്തിറങ്ങാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾ പോകുന്നത് പാലക്കാട്ടേക്കായിരുന്നു. പാലക്കാട്ട് ചെന്ന് അവിടെയുള്ള ഒരു പാസ്റ്റർ കൂടെ ഞങ്ങൾ താമസിച്ചു. അപ്പം തൃശ്ശൂർ കുറച്ച് ക്രൈസ്തവരൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. പാലക്കാട്ടേക്ക് ചെന്നപ്പോൾ വളരെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഭസ്മം, സാമ്പ്രാണി, അതുപോലുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയാലും ഒരു വീട്ടിൽ ചെന്നാലും നമുക്ക് ഇരുട്ടല്ലാതൊരു വെളിച്ചം അവിടെ ഇല്ല. പിന്നെ ഒരു സൈസ് തെയ്യം പാമ്പെന്ന് പറയുന്നത്, കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത്, അതൊക്കെ അവരിങ്ങനെ പൊക്കിയെടുക്കും, തോളയിലെടുത്ത് നമ്മുടെ നീർക്കോലി എന്നൊക്കെ പോലെയുള്ള ഒരു അവരങ്ങ് പൊക്കിയെടുക്കുക. അപ്പം വളരെ ഇരുട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യം അന്ന് അവിടെ ഉണ്ടായി. ഒരു ദിവസം എനിക്ക് റോമാലേഖനം 6-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ സ്നാനപ്പെട്ടില്ലല്ലോ എന്നൊരു ബോധ്യറ്റാകും. അങ്ങനെ ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് സ്നാനം. അപ്പൊ ബ്രദർ സ്നാനപ്പെട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ ഇവാഞ്ചലിക്കൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടേ. ആയിക്കോട്ടെ, ഇന്ന് ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞാട്ട് ഉച്ച കഴിഞ്ഞ് നമുക്ക് കർത്തൃമേശയും കൂടെ രാവിലെ നടത്തുന്നില്ല, കുറച്ചുപേരെ അവിടെ ഉള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് സ്നാനം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കൊരു പ്രാർത്ഥനയോടെ നടത്താം. അങ്ങനെ 1977 നവംബർ മാസം 21 പാലക്കാട് റെയിൽവേ കോളനി എന്ന സ്ഥലത്തുള്ള ഒരു അമ്പലത്തെ കുളത്തിൽ വെച്ച് ഒരു പബ്ലിക് കുളമാണ് എനിക്ക് സ്നാനപ്പെടാൻ ഇടയത്ത്. ധാരാളം പേര് ഇതിന്റെ കരയ്ക്ക് കാണാനായിട്ട് കിടന്നു. അദ്ദേഹത്തോട് അവരോടെല്ലാം സുവിശേഷം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ആ കുളത്തിൽ എനിക്ക് സ്നാനപ്പെടാൻ ഇടയത്ത്. അതിനുശേഷം അത് 10-21 പേരോട് സ്നാനപ്പെട്ടു എന്ന് പിന്നീട് ഭാഷ പറയുവാനിടയത്ത്. ഇത് പാലക്കാടുള്ള ഒരു അനുഭവം. മറ്റൊരു കാര്യം, ഞങ്ങൾ ഒരിക്കൽ കോയമ്പത്തൂരിനോട് ബോർഡർ, നമ്മുടെ പാലക്കാടിന്റെ ബോർഡർ ഏരിയ ആകുന്ന ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പള്ളി എന്ന ഗ്രാമത്തില് ഞങ്ങളിങ്ങനെ കൊടുത്തു പുസ്തകങ്ങളെല്ലാം കൊടുത്തു നാലുകെട്ടും ഈ അറയും ഒക്കെയുള്ള പഴയ അന്തർജനങ്ങളൊക്കെ ഉള്ള ഭാഗമാണ്. നമ്മൾ അവരുടെ ഫ്രണ്ട് പൂമുഖത്തിലാണെങ്കിൽ പല കെട്ടുകൾ കടന്നു വേണം അവിടെ ചെല്ലാൻ. ഞങ്ങളിങ്ങനെ അവരോട് പറയും, ക്രിസ്തു ഭഗവാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രിസ്തു ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണിത്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ ശാന്തി സമാധാനമൊക്കെ ലഭിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ലഭിച്ചു. അപ്പൊ അവർക്ക് താല്പര്യമാണെങ്കിൽ അവർ ആ പുസ്തകം അവിടെ വെക്കാൻ പറയും. അകത്ത് പോയി പണം എടുത്തുകൊണ്ട് താഴെ കൈകൊണ്ട് ഇത് വാങ്ങത്തില്ല, കാരണം തീണ്ടലും തൊടിയിലും ഒക്കെ ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ കൊടുത്തു വരുമ്പോൾ ഞങ്ങൾ പോകുന്നത് ശ്രദ്ധിച്ചിരുന്ന ഒരു കടയുടെ അടുത്ത് 5-6 പേര് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് കണ്ട് തിരിച്ച് ഇതിലേ വരുമെന്ന് അവർക്കറിയാം. അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദറ് അവർക്കൊരു ട്രാക്ടർ ഇതങ്ങോട്ട് വാങ്ങിയിട്ട് ഈ മനുഷ്യൻ വിറയ്ക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇവിടെ പുള്ളി ഓയമ്പിലുണ്ടായിരുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ കുനിഞ്ഞുകൂടി ഇരിക്കുകയാണ്. എന്ത് സംഭവിക്കാം? ഒറ്റപ്പുറത്തൊരു പുഴയുണ്ട്, അടിച്ചു പോകുന്ന വെള്ളത്തിൽ കളഞ്ഞാൽ നമ്മളെ പുറലോകം അറിയത്തില്ല. ഞാനിങ്ങനെ ഉള്ളി പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പൊ അദ്ദേഹം ഇവരെ കോപമെല്ലാം കഴിഞ്ഞപ്പോ ചോദിച്ചു, നമ്മളെ ഈ 3-ാം ക്ലാസ്സിൽ ശ്രീയേശു എന്ന് പറയുന്ന പാഠം, ശ്രീകൃഷ്ണൻ, മുഹമ്മദ് നബി, നമ്മൾ മഹാന്മാരെ കുറിച്ചൊക്കെ ധാരാളം വായിക്കാറില്ല. വായന നമുക്ക് അറിവ് വർദ്ധിപ്പിക്കും. അതുപോലെ യേശുവിനെ കുറിച്ചും നമുക്ക് വായിക്കാനുള്ള ഒരു വേദിയാണ് ഇവിടെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇത്രയുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ പുള്ളി ചിരിച്ചുകൊണ്ട്, ഇവർ കോപിക്കുമ്പോഴെല്ലാം പുള്ളി ചിരിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പൊ നമ്മൾ കോപിക്കുന്നത് വേണേ നമുക്ക് പറയാം, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാര് ഏത് മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാൻ അവകാശം ഉണ്ടെന്നൊക്കെ വേണം ന്യായം പറയാം. പക്ഷെ അതൊന്നും പറഞ്ഞില്ല. ദൈവസ്നേഹത്തോടെ അവരോട് ഇടപെട്ടപ്പോൾ ഒടുവിൽ ആ ലീഡർ കയ്യിലിരുന്ന പണമെടുത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി കൂടെ നിന്നവർക്കും കൊടുത്തു, അദ്ദേഹം വാങ്ങണ്ടായിരുന്നു. അതൊരനുഭവം. മറ്റൊരിക്കൽ ബൈബിൾ പുസ്തകങ്ങൾ വാങ്ങിയ ശേഷം യേശു കത്തുന്നെന്ന് പറഞ്ഞ റോഡിൽ തീ കത്തിച്ച സാഹചര്യവും അതിൻ്റെ അടുത്തുണ്ടായി. വേറെ ഒരിക്കൽ ഒരു മോന്റെ കയ്യിൽ പൈസയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാനും പറ്റത്തില്ല. അവന്റെ വീട്ടിൽ കിടന്ന ചാരം വാരിക്കൊണ്ട് അടുത്ത വീട്ടിൽ കൊണ്ടുപോയി 1 രൂപ വാങ്ങിച്ചുകൊണ്ടുവന്ന് പുസ്തകം അവനിങ്ങനെ ചുംബിക്കുന്ന രംഗം കാണാനിടയെത്തും. യേശു നല്ല സ്നേഹിതൻ എന്ന് പറയുന്ന ആ ഒരു ബുക്ക്, കൊച്ചൊരു ബുക്ക്, 10 പൈസ വിലയുണ്ട്. പിക്ചർ ഉണ്ട് അതിനകത്ത്. ഈ മക്കളുമാർ സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങോട്ട് ചെല്ലും. യേശു നല്ല സ്നേഹിതൻ, മക്കളെ യേശു നല്ല സ്നേഹിതൻ. ഐസ്ക്രീം മേടിക്കാൻ കൊണ്ടുവരുന്ന 10 പൈസ
ഈ കുട്ടികളെല്ലാം ഈ പുസ്തകം വാങ്ങി. എടീ, യേശു നല്ല സ്നേഹം, യേശു നല്ല സ്നേഹം. അവരുടെ മുഖത്തെ ആ ദൈവകൃപ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പക്ഷേ ഒരു മലയുടെ മണ്ടയ്ക്കുന്നായിരിക്കും ഈ മോള് ഇവിടെ സ്കൂളിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആ മലയുടെ മണ്ടയിൽ ചെന്ന് അവർക്ക് സുവിശേഷം കൊടുക്കുവാനായിട്ട് സാവകാശം കിട്ടണമെന്നില്ല. എന്നാൽ ഈ സ്കൂൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയപ്പെടുന്നത് എത്രയോ ഭവനങ്ങളിൽ എത്തുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒക്കെയുള്ള ധാരാളം അനുഭവങ്ങൾ പാലക്കാട് വെച്ചുണ്ടായി. അതിനുശേഷം ഞങ്ങൾ മലപ്പുറത്തേക്ക് വന്നു. മലപ്പുറത്ത് വരുമ്പോഴും തികച്ചും മുസ്ലിം ബെൽറ്റാണ്. പാലക്കാട് ഹിന്ദുക്കളാണ് ധാരാളമെങ്കിൽ മുസ്ലിം ബെൽറ്റാണ് നമുക്കറിയാം പാലക്കാട്. ഒരിക്കൽ എന്നോട് ഞങ്ങളൊരു അപ്പൊ കുറച്ചുകൂടെ ഒരു പെരിന്തൽമണ്ണ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹത്തിന് ഒരു മെഗാഫോണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം വൈകിട്ട് ഞങ്ങളുടെ അടുത്ത് വരും, ഞങ്ങൾ പരസ്യങ്ങൾ നടത്തും. അങ്ങനെ ഒരു ദിവസം ആദ്യം ഒരാൾ സാക്ഷ്യം പറയും, പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിക്കും, എൻ്റെ കൂടെയുള്ള ദൈവദാസന് അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇന്ന് സാക്ഷ്യം പറയണം, വെൽപ്പുട്ടി ഇന്ന് സാക്ഷ്യം പറയണം. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അങ്ങനെ ഒരു പരിചയം പുറത്തു നിന്ന് പരിചയമില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കാം, ഞാൻ നാളെ അല്ല ഇന്ന് വരെ പറയണമെന്ന് പറഞ്ഞു. ഞാനൊരു കെട്ടിടത്തിന്റെ വേങ്ങര എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്താണ്. ഞാനൊരു ബിൽഡിങ്ങിന്റെ കടയുടെ പുറകെ പോയിരുന്നു, കർത്താവെ എനിക്കിന്ന് കൃപ തരണേ, വചനം പറയാൻ, സാക്ഷ്യം പറയാൻ കൃപ തരണമേ എന്ന് ഞാൻ. അപ്പൊ ഇവർക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമായി. മുസ്ലിം സഹോദരങ്ങൾ പാട്ടിനോട് വലിയ ഇഷ്ടം. അപ്പൊ എനിക്ക് ഈ മാപ്പിളറ്റൂണിലുള്ള നമ്മുടെ ഒരു പാട്ട് എനിക്കറിയാം. വന്നോളിൽ സോദരരെ, കേട്രോളിൽ സുവിശേഷം, വിട്രോളിൻ പാപ വഴികൾ, ഏറ്റുകൊള്ളി ഈസായെ. അത് 3-4 ലൈനുകൾ പാടിയപ്പം പിള്ളേരും വലിയവരെല്ലാം ഓടി. അങ്ങനെ അവരോട് ഞാൻ ആരാ, എവിടുന്ന് വരുക, ഞങ്ങൾ എന്താ പരിപാടി, ഇതെല്ലാം പറയാനായിട്ട്, യേശുവിന്റെ സ്നേഹവും ഞാൻ കണ്ടെത്തിയ യേശുവിനെ കുറിച്ചും ഒക്കെ പറയാൻ ഇടയായിട്ട്. അപ്പോൾ പാലക്കാട് വ്യത്യസ്തമാണ്, മലപ്പുറം. അവിടുന്ന് ഞങ്ങൾ പിന്നീട് ധാരാളം അനുഭവങ്ങളൊക്കെ വേറെ ഉണ്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോകുന്നത് കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് ചെന്നപ്പം ഈ അസംബ്ലീസ് ബോർഡിന്റെ IPCയുടെ ഒക്കെ ചില സഭകളുകൾ, മലപ്പുറത്ത് കാര്യമായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങള് അവിടെ ചെന്ന് അവിടെയുള്ള ദൈവാസന്മാരെയൊക്കെ സംഘടിപ്പിച്ച് അവരുടെ ഹോളിൽ പെയ്ത്തോമി താമസിച്ചുകൊണ്ട് ധാരാളം ഈ റിമോട്ട് ഏരിയകളിലേക്ക് അവരുകളെ കൊണ്ടുപോയി അങ്ങനെ ദൈവത്തിന്റെ വചനം കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. അത് വലിയൊരു അനുഭവമായിരുന്നു. അവിടെ നിങ്ങൾ പിന്നെ പോകുന്നത് വയനാട്ടിലേക്കാണ്. ഇതുവരെ വന്നിട്ടുള്ളതെന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹിൽ ഏറിയാണല്ലോ നമുക്കറിയാം വയനാട്. നൂൽമഴ എന്ന് പറയുന്നത്, നമ്മൾ കുട ഇങ്ങനെ ചരിച്ചു പിടിച്ചെങ്കിൽ ആ കാലത്ത് നമുക്ക് നേരെ പിടിച്ചാൽ നനയും, ചരിച്ചു പിടിക്കണമെങ്കിൽ ഈ നൂൽമഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തണുപ്പ് ഭയങ്കരം, നല്ല കോഫിയും ചായയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. മാസ്റ്റർ പി ഡി ജോൺ എന്ന് പറഞ്ഞ ദേവദാസൻ ഞങ്ങളെ സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ വയനാട് ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം കൊണ്ടുപോയി ദൈവത്തിന്റെ വചനം കൊടുക്കുവാൻ ആ നാളുകളിൽ ഇടയായത്. അടുത്തായിട്ട് ഞങ്ങൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. കാസർഗോഡ് ജില്ലയില്ല, കണ്ണൂർ ജില്ല, കണ്ണൂരിൽ കിടക്കുകയാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു വണ്ടിയൊക്കെ കിട്ടി. ബൈബിൾ സൊസൈറ്റി ഒരു വാനൊക്കെ തന്നു, ഒരു ഡ്രൈവറെ തന്നു, നിറച്ച് ലിറ്ററേച്ചറൊക്കെ തന്ന് ഒരു ടീം, ഒരു 6-8 പേരുടെ ഒരു ടീമായിട്ടൊക്കെ രൂപീകരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നമ്മളിനി അധികം താമസിയാതെ ചൊവ്വയിൽ ഇറങ്ങുന്നതും രാവിലെ ചായ കുടിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കണ്ടടിച്ചു. കാരണം ഈ ചൊവ്വ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ചൊവ്വയുണ്ടോ? അല്ല, നിങ്ങൾ വിഷമിക്കേണ്ട, ചൊവ്വ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ്. അങ്ങനെ ഞങ്ങൾ ചൊവ്വയിൽ ഇറങ്ങി. ഒരു റിട്ടയർഡ് AU ആയിരിക്കുന്ന ഉൾപ്പടിയങ്ങാടൻ എന്ന് പറയുന്ന ഒരു സാറിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് വണ്ടിയുണ്ട്. അദ്ദേഹം CSA ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അദ്ദേഹം ഈ സുവിശേഷം അറിയിക്കുന്നതിൽ വളരെ തൽപരനായ ധാരാളം ഹിന്ദു സഹോദരങ്ങളൊക്കെ ഈ കർത്താവിനെ പങ്കിട്ട് കർത്താവിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി. അദ്ദേഹത്തോടൊപ്പം ഞങ്ങള് ഈ റിമോട്ട് ഏറിയ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരോ പറഞ്ഞതുപോലെ കണ്ണൂർ വന്നാൽ പട്ടി എറിയാൻ കല്ലില്ല, ബോംബാണ്.
ബോംബ് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രത്തിൽ നമ്മുടെ ഈ തെക്കൻ തിരുവിതാംകൂറിൽ, മധ്യ തിരുവിതാംകൂറിലും ഒക്കെ ഈ കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ കശുവണ്ടി ഫാക്ടറികളുടെ ധാരാളം ഉള്ള ഏറിയ. ഇതുപോലെ ഇവിടെ സാധു ബീഡി, ദിനേശ് ബീഡി കമ്പനികൾ നൂറുകണക്കിന് തൊഴിലാളികൾ ഇരുന്ന് ബീഡി തെറുക്കുക. ബീഡി തെറുക്കുന്നവർക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരാൾക്ക് ഇവർ ശമ്പളം കൊടുത്ത് എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും പത്രങ്ങളും വായിപ്പിക്കും. അപ്പൊ അവരടുക്കിലേക്കൊക്കെ ചെന്ന് സുവിശേഷം പറയുമ്പോൾ ഒരു ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ പിന്നെന്താ ഇങ്ങനെയൊക്കെ, ഞങ്ങളെന്താ ഇങ്ങനെ ബീഡി തീർക്കുന്നേ? അല്ല. അപ്പൊ അവരോട് അവരുടെ അവസ്ഥ എന്താണെന്നും ദൈവസ്നേഹം എന്താണെന്നും ഈ ക്രിസ്തു എന്ന് പറയുന്ന ഒരു മതമല്ലെന്നും അതിനപ്പുറമായിട്ട് നമ്മുടെ അകത്ത് ക്രിസ്തു വരുത്തുന്ന മാറ്റമാണെന്നും നമുക്കൊരു അനന്ത ജീവിതം, മരണാനന്തര ജീവിതം ഉണ്ടെന്നും അവരിങ്ങനെ മുഖത്തേക്ക് നോക്കുക. അവർക്ക് തന്നെ അതൊരു അത്ഭുതമായി തോന്നുക. അങ്ങനെ അവിടെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ പരസ്യങ്ങൾ നടത്താനൊക്കെ ദൈവം ആ നാളുകളിൽ അവസരങ്ങൾ ഒരുക്കി തന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള സെൻട്രൽ ജയിൽ, വനിതാ സെൻട്രൽ ജയിൽ, പുരുഷന്മാരുടെ സെൻട്രൽ ജയിൽ, ബോർസ്റ്റർ സ്കൂള്, നിർഗുണ പരിഹാര പാഠശാല, അപ്പം അവിടെയൊക്കെ ഈ സാറിന് സ്വാധീനമുള്ളത് കൊണ്ട് ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി പാടാനും പ്രസംഗിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ കർത്താവ് തന്നു. അതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഞങ്ങള് ഈ പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു മുത്തപ്പൻ ആണ് അവിടുത്തെ അവരുടെ ആരാധനാമൂർത്തി. അവിടെ ഈ അവർക്ക് നമ്മള് ക്രിസ്തു വീടിന് നായകന് നമ്മുടെയൊക്കെ വീടിന്റെ അവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന പോലെ മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നാണ് അവർ ബസ്സിലും വീടുകളിലും എല്ലാം ഇരിക്കുന്നത്. അവിടെ ഉണക്ക മീനും കള്ളും ഒക്കെയാണ് അദ്ദേഹത്തിന് നിവേദിക്കുന്നത്. അതിന്റെ മുമ്പിൽ പോയിന്ന് ഞങ്ങൾ ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതിന് മുമ്പിൽ നിന്ന് ഞങ്ങൾ സുവിശേഷം ആ കാലഘട്ടത്തിൽ അറിയപ്പെടെ ചുരുക്കി പറയട്ടെ, അങ്ങനെ അവിടുന്ന് ഞങ്ങള് കാസർഗോഡ് ജില്ലയിലേക്ക് പോയി. കാസർഗോഡ് ജില്ലയിൽ നിന്ന് മംഗലാപുരം വരെയുള്ള ഭാഗത്ത് കടന്നു പോകുവാൻ ദൈവം കൃപ ചെയ്തു. സപ്തഭാഷാ സംഗമം എന്നറിയപ്പെടുന്ന കാസർഗോഡ്, അങ്ങനെ ഒരു ജില്ല കേരളത്തിൽ വേറെ കന്നഡ, തുളു, കൊങ്കണി, മറാഠി, മലയാളം, പ്യാരി തുടങ്ങിയ 6-7 ഭാഷകൾ സംസാരിക്കുന്ന കർണാടകത്തിന്റെ ബോർഡറാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. 14 ലക്ഷം ജനങ്ങൾ പാർക്കുന്ന ആ സ്ഥലത്ത് 0.001%, ആ 1% എന്ന് പറയുന്നത് കോട്ടയത്തു നിന്നും കുറവിലങ്ങാടിൽ നിന്നും പാലായിൽ നിന്നും കുടിയേറി പാർക്കുന്ന ചായന്മാരാണ്, ചേട്ടന്മാർ. അവര് മലയോര പ്രദേശത്തിലേക്ക് പോയി കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ കഴിയുക. കാസർഗോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് കാസർഗോഡ്, കണ്ണൂര് ഈ 6 റവന്യൂ ഡിസ്ട്രിക്ട് ചേർന്ന ഈ മലബാറിന്റെ പ്രത്യേകത മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് കൃഷിക്ക് ഫലപുഷ്ടമാണ്. ഇടനാടുകളിലൊക്കെ അവിടെ ഈ ചീങ്കക്കല്ലുകളാണ്. കല്ല് എന്ന് പറയുമ്പോൾ ഇത് മിഷ്യൻ കണ്ടുപിടിച്ചതോടുകൂടെ കല്ലുകൾ വെട്ടിയെടുത്ത് കെട്ടിടത്തിന് വീടുകൾ പണിയുവാനായിട്ട് സഹായം. തീരപ്രദേശങ്ങളിലാണ് ഈ ടൗണുകളും റെയിൽവേ ലൈനും നാഷണൽ ഹൈവേയും ഒക്കെ ഉള്ളത്. അപ്പോൾ മുസ്ലിം സഹോദരങ്ങളാണ് ഈ കോസ്റ്റൽ ഏരിയകളിലും ബിസിനസ് ഏരിയകളിലും ഒക്കെ വ്യാപൃതരായിരിക്കും. അല്ലാതെ ഉള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ ക്രൈസ്തവര് ആണ് കൂടുതലും ഒക്കെ താമസിക്കുന്നത്. മധ്യഭാഗങ്ങളിലാണ് മറ്റ് ഹൈന്ദവ സഹോദരങ്ങള് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ കാസർഗോഡ് ഇന്ന് പല സഭകളും ഉണ്ടെങ്കിലും സ്തോത്രം, ഞാൻ ഓർക്കുന്നുണ്ട്, കോഴിക്കോട് വന്നപ്പോൾ ചർച്ച് കണ്ടു. കൊയിലാണ്ടി, വടകര, മാഹി, തലശ്ശേരി, കണ്ണൂര്, തളിപ്പറമ്പ്, പയ്യന്നൂര്, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഈ മുനിസിപ്പൽ പട്ടണങ്ങൾ കാലഘട്ടത്തിലൊന്നും ഒരു സഭകൾ, വേർപെട്ട സഭകളൊന്നും. ഞങ്ങൾ ചിലരോട് യേശുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ യേശുദാസ് ആണോ നിങ്ങൾ പറയുന്നത്? യേശുദാസ് ആണോ? അല്ല സഹോദര, പാടുന്ന യേശുദാസ് അല്ല. യേശു നമ്മളെ രക്ഷിക്കാൻ
ഈ ഭൂമിയിലേക്ക് വന്ന രക്ഷിതാവാണ്. ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങൾക്ക് ഈ രക്ഷ തന്നു. നിങ്ങളെ രക്ഷിപ്പാൻ യേശു മതിയായവൻ. അങ്ങനെ അവർ ഞങ്ങളുടെ ഉള്ളിൽ ഈ ഓരോ സ്ഥലത്തേക്ക് കടന്നു പോകും തോറും കർത്താവ് ഈ ഭാരം ദർശനം തന്നുകൊണ്ടേയിരിക്കുക. അന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ടീം സോങ് ഇതായിരുന്നു: ആരെ ഞാനിനി അയക്കേണ്ടു, ആര് നമുക്കായി പോയി. കർത്താവിന്റെ ചോദ്യം കേട്ട് ഉത്തരം അടിയൻ പറയുന്നു. കാടുകളോ പല നാടുകളോ വീടുകളോ തെരുവീതികളോ പാടുപെടാൻ ഞാൻ എവിടെയും കൂടെ വന്നാൽ മതി പോകാൻ. ഇതായിരുന്നു അന്നത്തെ സമർപ്പണക്കാരൻ. ഈശോ അങ്ങനെ ആ സമർപ്പണത്തോടെയാണ് ഞങ്ങൾ അന്ന് ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. ആ ടീം പ്രവർത്തനം അവസാനിച്ചു. ബൈബിൾ സൊസൈറ്റിയുടെ ചരിത്രത്തിൽ ബ്രാഞ്ചുകൾ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്ററേച്ചർ അത് വാരി വിതയ്ക്കുവാനുള്ളൊരു ഭാഗ്യം ദൈവം ആ കാലഘട്ടത്തിൽ, യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റി വരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവരവരുടെ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ അവരുടെ മാസികയിൽ ഇത് പ്രസിദ്ധി ചെയ്യുവാനായിട്ടും അന്നാളുകളിൽ ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഓരോരുത്തരും ഓരോ വഴിയിലേക്ക് പോയി. പക്ഷേ ദൈവം എന്നെ ആ വേലയ്ക്കുള്ള വിളി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ലഭിക്കാമാരെ ജോലി ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ ദൈവനെ 2 വർഷം മല്ലപ്പള്ളിയിലുള്ള സയോൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദൈവനെ അഭ്യസിച്ച ശേഷം 1981 കാസർഗോട്ടേക്ക് വരുവാൻ ഇടയായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിവാഹവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. 85 രൂപ വാടകയുള്ള ഒറ്റവാതിലുള്ള ഒരു വീട്ടിനകത്താണ് ഞാൻ അന്ന് പാർത്തത്. ഒരു വില്ലേജ് ഓഫീസായിരുന്നു, പഴയ വില്ലേജ് ഓഫീസ്. ഒരു കൊച്ചു മുറി അതിനകത്ത് അവരുടെ ഫയലൊക്കെ സൂക്ഷിക്കണം. ഗവൺമെന്റ് ബിൽഡിംഗ് ആയപ്പോൾ അത് ഒഴിഞ്ഞു. എൻ്റെ ഓണറോടെ ചോദിച്ചു, അയാൾ 85 രൂപ വാടകയാണെന്ന് പറഞ്ഞു. 85 രൂപ വാടകയുള്ള ഭവനത്തിൽ നിങ്ങൾക്ക് ശമ്പളമാണോ കമ്മീഷനാണോ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് രണ്ടുമില്ല. പിന്നെ എങ്ങനെ ഞങ്ങളുടെ വാടക തരുന്നത്? അത് സാറേ തരും. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് പ്രയറിന് വരുന്നവർ, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഈ കാര്യത്തിന് വേണ്ടി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. ഓക്കെ, ഇന്ന ദിവസം അത് അഡ്വാൻസ് തരണം, വാടക ഷീറ്റ് വേണ്ടി എഴുതണം പറഞ്ഞു. അപ്പൊ ഇതറിഞ്ഞ ഒരു ബ്രദർ 100 രൂപ അയച്ചു. 85 രൂപ അയാൾ കൊണ്ട് കൊടുത്തു. 5 രൂപ പത്രം വാങ്ങിച്ചു 90, 5 രൂപ എഴുത്തു ഫീസ് കൊടുത്തു 95. 5 രൂപ കൊണ്ടാണ് ഞാൻ അവിടെ താമസം ആരംഭിച്ചത്. അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, തൃശ്ശൂർക്കാരിയാണ്. അമ്മച്ചി ഒരാൾക്ക് വേണ്ട എല്ലാ സാധനം വാങ്ങി ഒരു ഓട്ടോറിക്ഷയിലാക്കി എന്നെ അവിടെ കൊണ്ട് പാർപ്പിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ദൈവം ഇത്രയൊക്കെ തന്നിട്ട് ഇനി പ്രാർത്ഥിച്ച് വാങ്ങിച്ചോണം ഉപദേശിയെന്ന് പറഞ്ഞു അമ്മച്ചി. അങ്ങനെയാണ് ഇതിന്റെ ആരംഭം. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറയട്ടെ, ഒരു കറണ്ട് ഇല്ല, ഒരു കോമൺ ലാറ്റിനാണ് അവിടെ ഉള്ളത്. ഒരു ബീഡി കമ്പനി എൻ്റെ അടുത്ത്, അവരും ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കും. ഒരു രാത്രി ഞാനിങ്ങനെ പായൽ കിടന്നുറങ്ങും. ഒരു ദുർശക്തി വന്നിട്ട് എന്നെ ആക്രമിച്ചു. എൻ്റെ നാവെല്ലാം താണുപോയി, മിണ്ടാൻ പറ്റുന്നില്ല, കൈകാലുകളൊക്കെ തളർന്നതുപോലെയായി. പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ സ്തോത്രത്തിൽ ജാഗരിക്കും. പിന്നീട് ആ ശക്തി എന്നെ വിട്ടുപോയി. ഞാൻ സ്വന്തമായി ദൈവത്തെ എഴുന്നേറ്റ് സ്തുതിച്ചു. ഈ സംഭവം ഉണ്ടാകാനുള്ള കാരണം, തൊട്ടടുത്ത ആഴ്ചയില് ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ഒരു വണ്ടിയുമായിട്ട് അവര് ഒരു ജീസസ് ഫിലിം, ലൂക്ക് ഗോസ്പൽ ആസ്പദമാക്കി യഹൂദ പശ്ചാത്തലത്തിൽ നടീനടന്മാർ, ഗലീല കടലിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരു ഇംഗ്ലീഷ് ഫിലിം അങ്ങോട്ട് വന്നിരിക്കുക. ക്യാമ്പസ് ക്രൂസൈഡിന്റെ ഫിലിമാണ്. അത് ഇവർ റെന്റിനെടുത്തിട്ട് വരിക. അപ്പം ആ വണ്ടിയിൽ നിന്ന് അനൗൺസ് ചെയ്തു, ഇന്ന് വൈകിട്ട് പഴയ വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ വെച്ച് ജീസസ് ഫിലിം പ്രദർശിപ്പിക്കും. അപ്പൊ ഞങ്ങളുടെ ഹൗസിന്റെ ഓണർ സിനിമാക്കോട്ടയുടെ ഉടമസ്ഥൻ. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമാക്കോട്ടയിൽ പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഫീസ് അടയ്ക്കണം, ടിക്കറ്റ് എടുക്കണം. ഇത് സൗജന്യമായിട്ട് 100 കണക്കിന് പേര് കാണാനായിട്ട് കിടന്നു. 4 റീലുള്ള 3 റീലുകളും ഇങ്ങനെ നിർത്തി ഇംഗ്ലീഷിലായതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി.
4ാമത്തെ റീൽ ക്രൂശിഫിക്കേഷനാണ്. ആ ഭാഗം വന്നപ്പോൾ വളരെ സ്ലോവിൽ എന്തിനാണ് യേശുവിന്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ടത്, എന്തിനാണ് ഈ ദാരുണമായ മരണം യേശു സംഭവിച്ചത്? സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയാണ്. അത് പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ ഒരു ദൈവിക ഇടപെടലുണ്ടായി. അങ്ങനെ ഒരു 400-500 പേരോളം ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ സൈഡാണ്, ഇങ്ങനെ ആ സൈഡിൽ ഇരുന്നതെല്ലാം കാണാനായിട്ട്. അപ്പം ഇതിവിടെ നടക്കാൻ പോകുന്നു, സുവിശേഷം ഇവിടെ പറയാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ പിശാച് എന്നെ ഭയപ്പെടുത്തി അവിടെ ഓടിക്കാനുള്ള പദ്ധതിയായിരുന്നു ആ കണ്ട അവസ്ഥ. സ്തോത്രം. പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്രയോ ദൈവമക്കളെ ദൈവം അവിടെ ഇടങ്ങളായി ഒരുക്കിയിരുന്നതുകൊണ്ട് അന്നും ഇന്നും ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് കർത്താവിന്റെ കൃപയാൽ ഇത്രത്തോളം നിൽപ്പാൻ കർത്താവ് സഹായിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 5 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു. സ്തോത്രം. അതിനുശേഷം ഞങ്ങൾ കാഞ്ഞങ്ങാടിന്റെ മറ്റൊരു ഭാഗത്ത് 5 വർഷം താമസിച്ചു. 10 വർഷം അവിടെ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ മകന് ലൂസ് മോഷനും വൊമിറ്റിങ്ങുമായി, വളരെ സീരിയസ് ആയി. അവനെ കൊണ്ട് വൈപ്പ് ഹോസ്പിറ്റൽ. ഞാൻ വീട്ടില് രാത്രി എനിക്കൊരു ശ്വാസം മുട്ട് പോലെ ഒരു അസ്വസ്ഥത ഉണ്ടായി. ഞാൻ എൻ്റെ പി.ജി. പറഞ്ഞു, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ നമ്മളൊരു കടലാസ് എഴുതി നമ്മൾ അതിന് വെച്ചോണ്ട് കൈവച്ച് പ്രാർത്ഥി, ദൈവം വഴി ഒരു. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്നത്. എനിക്ക് ഞങ്ങൾ താമസിച്ച വീടിന് 375 രൂപ വാടക കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ഒരു 500 രൂപയുടെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ചുരുക്കി പറയട്ടെ, രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കും. ഞാൻ എൻ്റെ ഇനി നിന്റെ പരിപാടി ഇവിടെ നടക്കത്തില്ല, നീ ഒരു ആസ്മാരോഗിയായി മാറും, നിന്റെ മോൻ രക്ഷപ്പെടത്തില്ല, നീ എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് വിട്ടോ എന്ന് ഒരു ശബ്ദം ഇപ്പുറത്ത്. മറുവശത്ത് ഗലാത്യലേഖനം 6-8-9 വാക്യം എന്നോട് ദൈവം ഇടപെടും. തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് പോയി, നന്മ ചെയ്തതിൽ മടുത്തു, ഞാൻ തളർന്നു പോയി, കർത്താവേ ക്ഷമിക്കണമേ. കർത്താവേ, ഒരു കൊയ്ത്തന്റെ മുമ്പിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അതുകൊണ്ട് കൃപ എൻ്റെ മേൽ പിന്നെയും പകരണമേ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ ദൈവം ഭാഗം എന്നെ സമർപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ചുരുക്കി പറയട്ടെ, മോന് സുഖമായി. ഞങ്ങൾ എൻ്റെ മധ്യപ്രദേശിലുള്ള അനിയന്റെ വിവാഹ വിഷയത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ആദ്യകാലത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സൂസൻ തോമസ്, എറണാകുളം ഐലൻഡില് പോർട്ട് ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റാണ്. അപ്പോൾ ആ സഹോദരി പലപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർ ഒന്ന് നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടെ, ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതൊക്കെ സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വിചാരിച്ചു, എന്നാൽ ഇപ്രാവശ്യം എറണാകുളത്ത് ഇറങ്ങി അവരെ പോയി ഒന്ന് കണ്ടിട്ട്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ ദൂരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഈ സഹോദരിയുടെ ഹസ്ബൻഡ് പോർട്ടിലെ ഉദ്യോഗസ്ഥനാണ്, TS തോമസ്. സോറി പാസ്റ്ററെ, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം എന്നോടൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്താ അദ്ദേഹം ഇങ്ങനെ പറയാൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, ഇത്ര ദിവസത്തിന് മുമ്പ് നിങ്ങൾ അവിടെ ഞരങ്ങുന്ന ഒരു സാഹചര്യം ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് വെളിപ്പെട്ടു. 500 രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്ത് കവറിൽ വെച്ച് ഒട്ടിച്ച് അഡ്രസ്സും എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ചു പോസ്റ്റ് ചെയ്തില്ല, അതിനാ ക്ഷമ വെച്ച്. അപ്പം നമ്മുടെ ഞരക്കം പോലും, നമ്മുടെ പൾസ്, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പ് പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീര് വീഴുന്ന അവന്റെ തുരുത്തിയിൽ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഓരോ ഡ്രോപ്പും വീഴുന്ന അവന്റെ തുരുത്തിയിലാണ്. നമ്മുടെ പ്രയത്നം വറുത്തവൻ, നമ്മുടെ കണ്ണുനീര് വറുത്തവൻ, നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നത് വറുത്തവൻ. ഹല്ലേലൂയ. മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയാ കർത്താവിന് വേണ്ടി നിന്ന്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ ഗുഡ് ന്യൂസ് വരുമ്പോൾ തുറന്നു നോക്കും. ഞങ്ങൾ അന്ന് പോയി പ്രവർത്തിച്ച പാലക്കാട്, നല്ലേപ്പള്ളി, നെന്മാറ, സ്തോത്രം, മലമ്പുഴ ഡാമിന്റെ അക്കരെ, അത് തുടങ്ങി
ഓരോ സ്ഥലങ്ങൾ നമ്മൾ കാല് വെച്ച് ദൈവത്തിന്റെ വചനം കൊടുത്ത, വിതരണം ചെയ്ത, നടന്ന വേറിട്ട ദേശങ്ങളിലൊക്കെയും ഇന്ന് സഭകൾ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പ്രയത്നങ്ങളൊന്നും വ്യർത്ഥമല്ല. എന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അതേറെ നാൾ കഴിഞ്ഞത് മടങ്ങി വരും. അത് അയച്ച കാര്യം വെറുതെ അത് മടങ്ങി വരില്ല. അത് അയച്ച കാര്യം സാധിപ്പിച്ചത് മടങ്ങി വരും. ഹല്ലേലൂയ. ആ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുവാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ ചെറിയ കാര്യം പോലും ഓർത്ത് നമ്മള് ദൈവം നമ്മുടെ കാര്യം മറക്കുന്നില്ല. 2002 എനിക്ക് വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ 22 കിലോമീറ്റർ ദൂരെ ഒരു കൺവെൻഷൻ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്നിട്ട് ഞാൻ വന്ന കാഞ്ഞങ്ങാട് നിന്ന് വീണ്ടും ഒരു 10 കിലോമീറ്റർ രാത്രി വണ്ടി ഓടിച്ച് ഒരു ഹൈന്ദവ മാഷെടുത്ത് സാറിന്റെ അടുത്ത് സുവിശേഷം പറയാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന ഒരു വഴിയിൽ എന്റെ പുറകിൽ വന്ന ആ ഒരു ജീപ്പ് പെട്ടെന്ന് സഡൻ ചവിട്ടി. ഞാൻ പെട്ടെന്ന് ഇതിന്റെ പുറകിൽ കൊണ്ടിടിച്ച് എന്റെ മുട്ടുകൊണ്ടിടിച്ചു. എന്റെ ബൈക്കിന്റെ കാഷ് ഗാർഡ് ബെൻഡായി, ലൈറ്റ് പൊട്ടി. ഞാനും വൈഫും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താഴെ വീണു. ഞാൻ ചാടി എഴുന്നേക്കാൻ നോക്കി, എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കാൽമുട്ടിന്റെ അവിടെ കീറി ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം മുട്ട് തകർന്നു പോയി എന്നുള്ള ചിന്തയായിരുന്നു. എന്നെ അവിടെ വന്നവര്, ആ ജീപ്പുകാരൻ തന്നെ വേറൊരു വണ്ടിക്കകത്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് പരിശോധിക്കുമ്പോൾ ഈ മുട്ട് കൊണ്ട് ഇടിച്ചതിന്റെ ഷോക്കില് എൻ്റെ വലത്തെ ഹിപ്പ് ഡിസ്ലൊക്കേഷനായി, ക്രാക്ക് സംഭവിച്ച് എൻ്റെ കാൽപാദത്തിന്റെ മൂവിങ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ആയിപ്പോയി. 44 ദിവസം ഞാൻ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. A to Z മുഴുവൻ ബെഡിൽ തന്നെയാണ്. പലരും പലത് പറഞ്ഞു. സുവിശേഷ വേല ചെയ്യുന്ന നമുക്ക് എന്തുകൊണ്ട് അപകടം സംഭവിച്ചു? അപ്പൊ എന്തോ നമ്മൾ ശരിക്കേട് ഉണ്ടെന്ന് ആളുകൾ ചിന്തിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സാഹചര്യങ്ങൾ കൂടെ ഒക്കെ കടന്നു. ഇനി ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ കാലിലായിരുന്നു പ്രയാസം. എൻ്റെ കൂടെ അടുത്ത രണ്ട് ബെഡില് മുസ്ലിങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഒക്കെ അവരുടെ തോള് തകർന്ന്, ഡോക്ടർ ശാന്താറാ ഷെഡ്ഡി എന്ന് പറയുന്ന ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഓർത്തോ സർജനാണ്. അപ്പം എൻ്റെ അടുത്ത് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരിങ്ങനെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ രാത്രിയാകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അവരോടൊക്കെ സുവിശേഷം പറയാൻ, പ്രാർത്ഥിക്കാൻ. ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസ് അവരൊന്ന് അങ്ങളെ പ്രാർത്ഥിക്കണേ, നാളെ എൻ്റെ എക്സാം ആണ്, ടെൻഷനാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും സുവിശേഷം പറയാനും ഈ അവസരം തന്നു. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ. എനിക്ക് 45 ഡിഗ്രി ഞാൻ ചരിഞ്ഞിരിക്കുക, ബാക്കി മുഴുവൻ കിടക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലിന്റെ മുട്ടിന്റെ സർജറി ചെയ്യേണ്ടി വന്നില്ല. ഞാൻ പിടിച്ചിട്ടത് കറക്റ്റ് പൊസിഷനിൽ കിടക്കുകയാണത്. സെറ്റാകാൻ വേണ്ടിയിട്ടാണ് എന്നെ അവിടെ ട്രാക്ഷനെ കൊടുത്ത് വെയിറ്റ് ഒക്കെ ഇട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എൻ്റെ മുട്ടിന്റെ താഴെ ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് ഒരു നെട്ടും ബോട്ടൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പിശാചനോട് പറയുകയാണ്, നിന്റെ കാല് പോയി, നീ ഇനി സൂചിയുടെ വിലയെത്ര നടക്കത്തില്ല, എല്ലാം അവസാനിച്ചു. പെട്ടെന്ന് എന്നെ പരിശുദ്ധാത്മാവ് ക്രൂശിലേക്ക് കൊണ്ടു. 9.5 ഇഞ്ച് നീളമുള്ള കാര്യം പാണി യേശുവിന്റെ കൈകളിലും കാലിലും അടിക്കുമ്പോൾ ഒരു അനസ്തേഷ്യം കൊടുത്തില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മുമ്പേ അനുഭവിച്ചൊരു കർത്താവ് ഉയരത്തിലുള്ളത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്നെ സഹായിപ്പാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ വെളിപ്പാട് എനിക്ക് കർത്താവ് തന്നു. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ കാല് ഡ്രിൽ ചെയ്തപ്പം എന്നെ മയക്കിട്ട ഞാൻ അറിഞ്ഞില്ല. അവരത് ചെയ്യുമ്പോൾ ഞാനൊന്നും അറിയില്ല. ചുരുക്കി പറയട്ടെ, അങ്ങനെ ഞാൻ 44-ാം ദിവസം എൻ്റെ കാലെല്ലാം ഞാൻ എല്ലാം അഴിച്ചു മാറ്റി. ഞാൻ വടിയിൽ നടന്നു. ഇന്ന് എൻ്റെ തൂങ്ങിപ്പോയ കാല് ഏതാണ്ട് ഒരു 75-80% കർത്താവ് തിരികെ തന്ന് ഞാൻ ഇന്ന് അതുകൊണ്ട് വാഹനം ഓടിക്കുന്നു, നടക്കുന്നു. ഇതെല്ലാം ചെയ്യുവാൻ നമ്മുടെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. ശുശ്രൂഷ ഇന്ന് ഈ സാക്ഷ്യം പറയണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ
അവസാനിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 69 വർഷം ദൈവം ആയുസ്സോടെ നടത്തി. ഈ വരുന്ന 30-ാം തീയതി ഞാൻ 70-ാം വയസ്സിലേക്ക് പ്രവേശിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ, അതാർക്കും മാറ്റിമറിക്കാൻ, തകർക്കാൻ കഴിയില്ല. പ്രതികൂലങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, പോരാട്ടങ്ങൾ വരാം. എന്നാൽ അതിൻ്റെ നടുവിലും ഹല്ലേലൂയ നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ തനിയല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ മറ്റൊരു പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വാസം കൈമുതലായി ദൈവം തന്ന ദർശനത്തോടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ മറ്റൊരാളോട് പറയാതെ, ആമേൻ, പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു ചില കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മോള് +2 കഴിഞ്ഞപ്പോൾ അവൾക്ക് നഴ്സിങ്ങിന് പോകും. അന്ന് എൻ്റെ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കും. മംഗലാപുരത്തോ ബാംഗ്ലൂരൊന്നും പോയി അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല. ചുരുക്കി പറയട്ടെ, ഞങ്ങളുടെ മുറ്റത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു നഴ്സിംഗ് സ്ഥാപനത്തിൽ ദൈവം അത്ഭുതകരമായി വഴി തുറന്നു. ഫീസ് എത്രയാണെന്ന് കേൾക്കണമോ? 3 വർഷത്തേക്ക് 27,000 രൂപ, 12,000, 10,000, 7,000. അങ്ങനെ എൻ്റെ ആക്സിഡന്റിന് ശേഷം കർത്താവ് തന്ന പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നതൊക്കെ കൊടുത്ത് അവളെ നന്നായിട്ട് നഴ്സിംഗ് പഠിപ്പിച്ചു. അവള് നഴ്സിംഗ് പഠിച്ച ശേഷം അവളെ ഡൽഹിയിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു മാരേജ് അവൾക്ക് കടന്നു. മാരേജ് സമയത്ത് ആ ഒരു പാസ്റ്റർ മോളാണ്, അദ്ദേഹം മോനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ കൊണ്ട് മോളെ കല്യാണം അവൾ നടത്തിക്കൊള്ളാം, നിങ്ങളൊന്നും വിഷമിക്കണം. പക്ഷേ നമ്മുടെ മോളെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ നമുക്കൊരു ഒരു പ്രയാസമില്ലേ? ചുരുക്കി പറയട്ടെ, 1 ലക്ഷം രൂപ അത്യാവശ്യം ആവശ്യമായിരുന്നു. 70,000 രൂപ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദറ് ഞങ്ങൾക്ക് തൽക്കാലം വായ്പ തരാമെന്ന് പറഞ്ഞു. ബാക്കി 30,000 രൂപ വേണം. എറണാകുളത്തുള്ള ഒരു ബ്രദറ്, പേര് പറയാത്ത ഒരാള് ഞങ്ങൾക്ക് അങ്ങനെ തന്നു. അങ്ങനെ 1 ലക്ഷം രൂപ ആ കല്യാണ സമയത്ത് ഞങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചു. എൻഗേജ്മെന്റ് കാസർഗോട്ട്, കല്യാണം കൊട്ടാരക്കര, കൊല്ലം പത്തനാപുരം, റിസപ്ഷൻ ബോംബെ. ഈ 3 പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ടോട്ടൽ 2 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചെലവുണ്ടായി. ഒരു ബാധ്യതയും വരാതെ എല്ലാം അത്ഭുതമായിട്ട്. സ്തോത്രം. കഴിഞ്ഞ 42 വർഷം ഞങ്ങൾ വാടക ഭവനങ്ങളിൽ കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് സ്വന്തമായ ഒരു ഭവനത്തിലാണ്. ഇത് കാസർഗോഡ് ജില്ലയിലെ ഓസ്തുർക്ക് താലൂക്ക് മടിക്കൈ എന്ന് പറയുന്നതായ പാർട്ടി ഗ്രാമത്തിൽ. ഇവിടെ വേറെ ആരുമില്ല, സഹകൾ മാത്രമേ ഉള്ളൂ. 16 വാർഡുകളുള്ള ഈ മടിക്കൈ പഞ്ചായത്തിൽ 11ാമത്തെ വാർഡിലാണ് ഞങ്ങൾ ഇന്ന് താമസിച്ച് കർത്താവിന് വേല ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വീടിന്റെ പണി സമയം തൊട്ട് ഇതുവരെ 2022 കൊറോണയുടെ ആ ടൈമിലാണ് ഞങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുവാനായിട്ടും ഇവിടെ താമസിപ്പാനായിട്ട് ദൈവത്തെ പറ്റിയത്. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം, ഞങ്ങളുടെ കൂടെ മറ്റ് ദൈവദാസന്മാർ, മുമ്പേ പറഞ്ഞ മോഹൻ ബീഡിയോട് പാസ്റ്റർ, അങ്ങനെ പല ദൈവദാസന്മാരെയും ദൈവം ഓരോരോ സമയങ്ങളിൽ കൊണ്ടുവന്നു. 50ഓളം സ്ഥലങ്ങളിൽ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ വേല നടന്നു വരും. നമ്മുടെ ഒരു ആത്മീയ മകനെ ഇവിടുന്ന് രക്ഷിക്കപ്പെട്ട് ഓസ്ട്രേലിയയിൽ പോയി അവിടുന്ന് ഒരു ഹോം ചർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബംഗാളിൽ ജൽപായ്ഗുരി ഡിസ്ട്രിക്റ്റിൽ ട്രൈബൽസിന്റെ ഇടയിൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് 10-12ഓളം ദൈവദാസന്മാർ, ഏതാണ്ട് 150-175 സഹോദരങ്ങള് അവിടെ ഇന്ന് ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്. ബോംബെയിൽ ഒരു ഹിന്ദി ചർച്ചുണ്ട്, സ്തോത്രം. അതുപോലെ കർണാടക, ദക്ഷിണ കന്നഡയിലും കൂർഗ് ഡിസ്ട്രിക്റ്റിലും, ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. കൂർഗ് ഡിസ്ട്രിക്റ്റിൽ എത്രയോ ദൈവദാസന്മാരെ ഓടിച്ചുവിട്ട സ്ഥലത്ത് സ്തോത്രം ഇന്ന് നമുക്ക് 14 ലക്ഷം രൂപ ഒരു ബ്രദറ്, ആരും പേര് പറയാത്തൊരു ബ്രദറ് ഒരു വീട് വാങ്ങി നമുക്ക് തന്ന് ഇന്ന് അവിടെ പ്രാർത്ഥന നടക്കുന്നു. സ്തോത്രം. അവിടെ ആൻഡ്രൂസ് എന്നും സ്വപ്ന എന്നും പറയുന്ന ഒരു സഹോദരങ്ങളാണ് ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. കാസർഗോഡ് ടൗണില് നമുക്ക് സ്വന്തമായ ഒരു ആസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയ ഷാരോൻകാരനായിരിക്കുന്ന ഒരു സാറ്, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് 17 സെന്റ് സ്ഥലം വാങ്ങി ലീസായിട്ട് 100 വർഷത്തേക്ക് എഴുതി തരുവാനായിട്ടിടയായി. അവിടെ ഒരു ആരാധന ഹോള്
പ്രാർത്ഥനാ ഹോള് പണിയുവാൻ ആഗ്രഹിച്ച് അത് വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ചു. 65 ലക്ഷം രൂപ ചെലവഴിച്ച് നല്ല മനോഹരമായ ഒരു ആരാധന ഹോള്, അടിയിൽ പാർക്കിങ് ഒക്കെ പണിയുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. 65 രൂപ ഒരാളോടുപോലും ആവശ്യപ്പെടാതെ സ്തോത്രം, ദൈവം അത്ഭുതകരമായ അതിനു വേണ്ടി വഴി തുറന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, വിശ്വാസം പറക മാത്രമല്ല, വിശ്വാസത്താൽ തന്നെ സ്നേഹ പ്രയത്നവും വിശ്വാസത്തിന്റെ വേലയും എന്ന് തെസ്സലോനിക്ക സഭയെ കുറിച്ച് പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ. അവൻ ആരുടെയും കടക്കാരനല്ല, അവൻ ആരെയും അനാഥനായി വിടുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ. നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം യേശു ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസുഖാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, ക്ഷീണം വരുമ്പോൾ മടുപ്പ് വരും, ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ഓർക്കാൻ, ധ്യാനിപ്പാൻ പറ്റിയത് നമ്മുടെ കർത്താവ് മാത്രം. തന്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആമേൻ. ഒരു സന്തതി അവനെ സേവിക്കും, വരുവാനുള്ള തലമുറ അവനെ കീർത്തിക്കും. ഈ ഒരു ലക്ഷ്യം ഹല്ലേലൂയ കർത്താവിനുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഈ ക്രൂശിനെ സഹിച്ചു. അപമാനം അലക്ഷ്യമായ കാര്യമായി എടുത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇബ്രാഹിം ലേഖനത്തിൽ 11 അധ്യായത്തിൽ വായിക്കുന്നു, ഹല്ലേലൂയ, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ എത്രയോ സാധ്യതയുണ്ടായിരുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അങ്ങനെയുള്ള അവരെ കുറിച്ച് ദൈവം പറയുന്നു, അവരെന്റെ മക്കളാണ്, അവരെന്റെ സഹോദരങ്ങളാണ്. ഹല്ലേലൂയ എന്ന് പറയാൻ ദൈവത്തിന് ലജ്ജയില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഈ കാണുന്നത് താൽക്കാലികമാണ്, നശ്വരമാണ്. ഇവിടെ നമുക്ക് ശാശ്വതമായ ഒന്നുമില്ല. സമാധാനം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. സ്തോത്രം. അങ്ങനെയുള്ള ഈ ലോകത്തില് ഇത് താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ഇതിന് ഹോഴ്സ് വീണ് കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ഇത് മുങ്ങാം. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, നിത്യമായ ഒരു രക്ഷ, സന്തോഷം, ദൈവകൃപ, നശ്വരമല്ലാത്ത ഹല്ലേലൂയ അനശ്വരമായ ഒരു നിത്യത, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആമേൻ. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് കാണാത്തതിന് വേണ്ടി കാണാത്തത് കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യം, എൻ്റെ ഈ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കിടുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തില് അതൊരു അനുഗ്രഹമായി, വിടുതലായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ, ദൈവത്തിന് സ്തോത്രം. അപ്പോ ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങൾ എത്ര വലുതാണ്, വഴികൾ എത്ര വലുതാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് സ്തോത്രം, ഈ ഒരു ശ്രേഷ്ഠമായ കർത്താവിന്റെ വചനത്തിനായി, സത്യത്തിന് വേണ്ടി വില കൊടുക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, മറ്റൊരു കാസർഗോഡ് എന്ന് പറയുന്നത് മറ്റൊരു നോർത്ത് ഇന്ത്യയാണ്. ഞാൻ പറഞ്ഞല്ലോ, 14 ലക്ഷം ജനങ്ങൾ പാർക്കുന്ന ഇവിടെ എല്ലാ ചർച്ചസും കൂടെ ഉള്ളി പറക്കിയെടുത്ത ഒരു 3000 വിശ്വാസികളെ എന്നും എത്രയോ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് അവശേഷിക്കും. ഇത് കർത്താവ് വന്നാൽ 13,97,000 പേര് നിത്യനാശത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം മാത്രം വിതച്ചാൽ പോരാ, നമ്മുടെ ലൈഫ് കൂടെ വിതച്ചെങ്കിലേ എന്തെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. ഇനി എന്തിനാ അവിടെ പിടിച്ചിരിക്കുന്ന അറിയാമോ? എന്താ ലക്ഷ്യം? ഒരു മാസായ ഉണർവ് നമ്മുടെ ഭാരതത്തിൽ ദൈവമായിരിക്കും. അന്ന് വടക്കൻ മലബാറിൽ 6 റവന്യൂ ജില്ലയുള്ള, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 റവന്യൂ ജില്ലയിലെ, അല്ല ദക്ഷിണ കന്നഡയില്, കൂർഗില്, ആമേൻ, കർണാടകത്തില് ഒക്കെ ദൈവം ഉണർവഹിക്കും. അനേക ആയിരങ്ങൾ കർത്താവിലേക്ക് വരും. ആമേൻ, ഹല്ലേലൂയ. ആ ഒരു വിഷനാണ്, സമർപ്പണമാണ്, ദർശനമാണ് ഞങ്ങളെ ഇവിടെ പിടിച്ച് ഇങ്ങനെ നിൽക്കാനായിട്ട് കർത്താവ് ഇടയാക്കി തീർക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ.
ഹല്ലേലൂയ. രാമ ടിവിയിലെ ഹല്ലേലൂയ എല്ലാ സഹോദരങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രേക്ഷകരായ സഹോദരങ്ങൾ, ഈ യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി കർത്താവായി ദൈവമായി അംഗീകരിച്ചാൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. നിങ്ങൾക്കും നിത്യതയുടെ അവകാശികളായി തീരുവാൻ ഇടയായി തീരും. ആമേൻ. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ അരോമ ടി വിയിലെ പ്രവർത്തകരായിരിക്കുന്ന പ്രിയ കർത്താവദാസനെ പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും നന്ദി അറിയിക്കുകയാണ്. അവർ ചെയ്യുന്ന ഈ ശുശ്രൂഷ ചെറുതല്ല, മഹാപ്രതിഫലമുള്ള ഒന്നാണ്. സ്തോത്രം. അനേക ആയിരങ്ങളാണ് ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. അവർക്കൊക്കെ ഇത് വലിയ അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകം എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത കർത്താവദാസൻ ദാനിയേൽ ജോൺ പാസ്റ്ററോടും നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എന്നെ കേട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓർക്കുമ്പോഴൊക്കെ നിങ്ങൾ കാസർഗോഡിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഒരു വാക്ക് സമയത്ത് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരവസരം ദൈവം ദാനമായി തന്നല്ലോ. അരോമ ടി വിയിലെ എല്ലാ പ്രേക്ഷകരായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിന്റെ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഡാനിയേൽ ജോൺ പാസ്റ്റർ ഗുജറാത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അടിയന്റെ സാക്ഷിയും അല്ല ഇതിനു മുമ്പ് ദൈവമക്കൾ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് മുഖാന്തരമായി തീരട്ടെ. ഇതുവരെ നടത്തിയ ദൈവം ഇനി നടത്തുവാൻ മതിയായവനാകിയാൽ സ്തോത്രം. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പ്രിയ ഫിലിപ്പൂട്ടി പാസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവീയ അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും സുവിശേഷ ദൗത്യത്തെക്കുറിച്ചും ഇതര പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ആദ്യം മുതൽ അവസാനം വരെ പറയുവാൻ ഇടയായി തീർന്നത്. സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളോ അതിന് യാതൊരു പ്രസക്തി കൊടുക്കാതെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും പ്രാധാന്യം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഈ സാക്ഷ്യത്തിലുടനീളം ആ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വിശാലതയ്ക്ക് വേണ്ടി ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിച്ചു അവിടങ്ങളിലൊക്കെ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് അവസരങ്ങളെ തന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞു. അനേകരോട് സുവിശേഷം പറയുവാൻ, പലരെയും കർത്താവിങ്കിലേക്ക് നേടുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ദൈവത്തിനെയും കുടുംബത്തെയും ദാനം തന്ന മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ വേലയിൽ വിവിധ മേഖലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ധാരാളമായി പ്രതിഫലം കൊടുക്കട്ടെ. ഇത്രത്തോളം സമയം പ്രേക്ഷകരോടൊപ്പം ഈ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി സാക്ഷി പറയുവാൻ കർത്താവ് കൃപ ചെയ്ത ദൈവദാസനോടുള്ളതായ നന്ദിയും കടപ്പാട് ഉത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ അരോമ ടി വി പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു
വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.